യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം മാറുന്നു എന്നുള്ളതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അതുപോലെ തന്നെ ആ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. അതായത് നമ്മളിപ്പം കഴിഞ്ഞൊരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഏത് രീതിയിലൊക്കെ മാറ്റം സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ എനോർമസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇപ്പം ഡ്രോണിൻ്റെ ഉപയോഗമായിരുന്നു. പണ്ടൊന്നും ഒരിക്കലും ഇത്രയും ഡ്രോൺ ഉപയോഗിച്ചിട്ട് ടാങ്ക്സിനെ അല്ലെങ്കിൽ ആളുകളെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പം അത് മാറി. ഇപ്പം ആയിരക്കണക്കിന് ഡ്രോൺസ് ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറി. അതുപോലെ തന്നെ മിനിയേച്ചർ ചെറിയ രീതിയിലുള്ള ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഭയം എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് യുദ്ധത്തിൽ പങ്കുചേരുന്ന സൈനികരെ മാത്രമല്ല, അത് സമൂഹത്തിലുള്ള എല്ലാവരെയും ഡയറക്റ്റായിട്ട് ബാധിക്കും. ഇൻഡയറക്റ്റായിട്ടല്ല, ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധത്തിൻ്റെ തന്ത്രം മാറുകയാണ്. അപ്പോൾ അവിടാണ് ഏറ്റവും വലിയ ഒരു ആശങ്ക. അതായത് ഇത് നാളെ തീർച്ചയായിട്ടും നമ്മളറിയാം, ആരോ എവിടെയോ ആദ്യമായിട്ട് ഒരു സൂയിസൈഡ് ബോംബറായിട്ട് മാറിയിരുന്നു. അത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ആരോ എവിടെയോ എങ്ങനെ തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് മറ്റുള്ള ഭീകരവാദികൾ ശരി അവർക്ക് ഐഡിയാസ് കിട്ടുകയും അവരത് പിന്നെ ലോകത്തെല്ലാം ഉപയോഗിക്കുകയും ചെയ്തത്. അതേപോലെ തന്നെ ഇന്ന് ഈ ഒരു ടെക്നോളജി ഇതൊരു ഇലക്ട്രോണിക് വാർഫെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ലോകത്തേക്ക് വരികയാണ്. അപ്പോൾ നാളെ ഇതേപോലെ സപ്ലൈ ചെയിനിൽ ഇൻഫിൽട്രേറ്റ് ചെയ്താലും ശരി, മാനുഫാക്ചറിംഗിൽ ഇൻഫിൽട്രേറ്റ് ചെയ്താലും ശരി, ധാരാളം ആളുകളെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം ഈ ഓപ്പറേഷനിലൂടെ ഡെഫിനറ്റ്ലി പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾക്ക് പഠിക്കാനും അതിൻ്റെ ഒരു കൗണ്ടറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ചിന്തയിലേക്കും ഇനി എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ആ രീതിയിലൊക്കെ ചർച്ച മാറും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക.